നല്ല മസാല പിടിച്ചിട്ടുള്ള അയില ഫ്രൈ ഒക്കെ കിട്ടിയാൽ ആർക്കാ ഇഷ്ടം ഉണ്ടാവാതിരിക്കുക അല്ലേ. ചില ഹോട്ടലിലൊക്കെ പോയാൽ കിട്ടൂലേ ആ ഒരു ടൈപ്പിൽ നല്ല മസാലയൊക്കെ കോട്ട് ചെയ്തിട്ടുള്ള അടിപൊളി അയില ഫ്രൈ ആണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ചെറിയുള്ളി, വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, വലിയ ജീരകം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാവേ. പിന്നെ 1 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം, ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. ഇതിൻ്റെ പകുതി മസാല ഞാൻ മീനിലേക്ക് പുരട്ടുന്നുള്ളൂ കേട്ടോ. വലിയ 3 മീനാണ് എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല ഫ്ലഷ് ആയതുകൊണ്ട് വലിയതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മാത്രം പുരട്ടി കൊടുക്കുക. ഒരുപാട് അങ്ങ് ഓവറാക്കരുത്. ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുക. എന്നിട്ട് ചൂടായ വെളിച്ചെണ്ണ ഇട്ട പാനിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. 3 ഒരുമിച്ച് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും കറക്റ്റ് ഉൾഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതാ തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ ഇത് അത്യാവശ്യം വലിയ മീനാണ് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടൊന്ന് ചെരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ബാക്കിയുള്ള എണ്ണ ഉണ്ടല്ലോ അതിലേക്ക് നമ്മുടെ ബാക്കി വന്ന മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് കരിയാതെ ശ്രദ്ധിക്കണേ. നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണവും ഒക്കെ മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഈ മീനിൻ്റെ 2 സൈഡിലുമായിട്ടാണ് കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കിടുക്കാച്ചി അയല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.